വെൽക്കം ബാക്ക് ടു FTA വ്ളോഗ്. FTA വ്ളോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ അമ്പിച്ചുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് അമ്പിച്ചുണ്ട് സാന്നിധ്യം ഇല്ല. കാരണം പരീക്ഷയുടെ റിവിഷൻ ആവുന്ന സമയത്ത് മാജിക് ഒക്കെ ചെയ്തിട്ട് സമയം കളയണ്ട എന്നുള്ളതാണ് അമ്പിച്ചു പറയുന്നത്. ഏതായാലും നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കടക്കാം. ഈ എപ്പിസോഡിൽ ഓട്ടപ്രദർശനം എന്ന രീതിയിൽ 2 ചാപ്റ്ററുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന് കെമിക്കൽ ബോണ്ടിങ്, 2 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി, അറ്റോമിക് സ്ട്രക്ചർ, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നീ 3 ചാപ്റ്ററുകളാണ് ഓടിച്ചു പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതും കൂടി സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ബൈ ബൈ. അടുത്ത ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ കോസൽ ആൻഡ് ലൂയിസിൻ്റെ ഇലക്ട്രോണിക് തിയറി ഓഫ് ബാലൻസ് ആണ്. 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കെമിക്കൽ കോമ്പിനേഷന് കാരണം എന്നാണ് അവർ പറയുന്നത്. ഒന്ന്, ടു അറ്റൈൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, 2 ടു അറ്റൈൻ മാക്സിമം സ്റ്റെബിലിറ്റി. അത് 2 നിങ്ങൾ മെൻഷൻ ചെയ്യുക. തുടർന്ന് വരുന്നത് ലൂയിസ് സിമ്പിളിനെ കുറിച്ചിട്ടാണ്. ബാലൻസ് ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡോട്ടും ക്രോസും ഉപയോഗിക്കാമെന്നാണ് ലൂയിസ് സിമ്പിൾ പറയുന്നത്. ലൂയിസ് സിമ്പിൾ ഇൻഫർമേറ്റീവ് ആണ്, കാരണം ഇത് ബാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടുള്ള ഐഡിയ നമുക്ക് നൽകും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണ്. അതിൽ വരുന്നത് അയോണിക് ബോണ്ട്, കോവാലൻ്റ് ബോണ്ട് തുടങ്ങിയ ബോണ്ടുകളാണ്. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് മുഖേനയാണ് അയോണിക് ബോണ്ട് ഉണ്ടാവുക. അതുപോലെ കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിങ്ങിലൂടെയാണ് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുക. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാനേ ഉള്ളൂ. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബോണ്ട് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണ്. ബോണ്ട് ലെങ്ത്, ബോണ്ട് ഓർഡർ, ബോണ്ട് ആംഗിൾ തുടങ്ങിയ ബോണ്ട് എൻതാൽപ്പി തുടങ്ങിയ 4 കാര്യങ്ങളാണ് ബോണ്ട് പാരാമീറ്റർ. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ബോണ്ടുകളുടെ എണ്ണമാണ്. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞ് ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ 2 ബോണ്ട്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ബോണ്ട് പാരാമീറ്റേഴ്സിൽ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഒക്റ്ററ്റ് റൂളിനെ കുറിച്ചാണ്. ഒക്റ്ററ്റ് റൂൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടെൻഡൻസി ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദ ബാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നതാണ് ഒക്റ്ററ്റ് റൂൾ. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് 1 by 1 ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ അടുത്തായിട്ട് വരാൻ പോകുന്നത് ഫോർമൽ ചാർജ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഇലക്ട്രോൺസിൽ നിന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഹാഫ് ഇൻറ്റു ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസും കുറച്ച് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഓസോണിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇനി പറയാൻ പോകുന്നത് റെസൊണൻസിനെ കുറിച്ചാണ്. റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിനെ ഒരു സിംഗിൾ സ്ട്രക്ചർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും എന്നാൽ മോർ ദാൻ 1 രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെൻസീന് ഒരുപാട് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മളത് വരക്കാൻ പഠിക്കുക. അതിന് ഓരോ ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിനെ കനോണിക്കൽ ഫോംസ് എന്നാണ് വിളിക്കുക. അവർ തമ്മിൽ കമ്പയറബിൾ എനർജി ആയിരിക്കണം. അവരുടെ റിലേറ്റീവ് പൊസിഷൻ മാറാൻ പാടില്ല തുടങ്ങിയ കണ്ടീഷൻസ് ഓഫ് റെസൊണൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ റെസൊണൻസ് സ്റ്റെബിലൈസസ് മോളിക്യൂൾ, ഷോർട്ടൻ ദി ബോണ്ട് ലെങ്ത് തുടങ്ങിയ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെസൊണൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് റെസൊണൻസ്. അടുത്തതായി VSEPR തിയറിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് VSEPR തിയറി. ഈ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് സിഡ്വിക് ആൻഡ് പവലാണ്. ഈ തിയറി പറയുന്നത് geometry of the molecule is determined by valence shell electron pairs. These valence shell electron pairs are having negative charges, so they repel each other. The repulsion between the electron pairs are in the order lone pair greater than lone pair bond pair, which in turn greater than bond pair. And if bond angle increases, the repulsion decreases തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി ഈ മോളിക്യൂളിൻ്റെ നിങ്ങൾ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഈ ബോണ്ട് പെയറും ലോൺ പെയറും തമ്മിൽ കൂട്ടുക. ഈ ട്രിക്ക് മറക്കാണ്ടിരിക്കുക. ബോണ്ട് പെയറും ലോൺ പെയറും കൂടി കൂട്ടിയിട്ട് ആകെ ഇലക്ട്രോൺ പെയർ കണ്ടെത്തുക. ഈ ഇലക്ട്രോൺ പെയർ ബേസ് ചെയ്തിട്ട് 2 ആണെങ്കിൽ ലീനിയർ ഷേപ്പ് ആയിരിക്കും, 3 ആണെങ്കിൽ ട്രയാങ്കുലർ പ്ലാനാർ ആയിരിക്കും, 4 ആണെങ്കിൽ ടെട്രാഹിഡൽ ആയിരിക്കും, 5 ആണെങ്കിൽ ട്രയാങ്കിൾ ബൈപിരമിഡ് ആയിരിക്കും, 6 ആണെങ്കിൽ സ്ക്വയർ ബൈപിരമിഡ് അല്ലെങ്കിൽ ഒക്ടാഹിഡൽ ആയിരിക്കും. ഇതാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. ബെറിലിയം ക്ലോറൈഡ്. അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ ആദ്യം വരയ്ക്കുക. ആദ്യം ചെയ്യേണ്ടത് ബെറിലിയം ക്ലോറൈഡ് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക സെൻട്രൽ ആറ്റത്തിൻ്റെ. എന്നിട്ട് അതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുക. ലൂയിസ് സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ടെന്ന് കണ്ടെത്തുക. ബോണ്ട് പെയറും ലോൺ പെയറും കൂടി കൂട്ടിയിട്ട് കിട്ടുന്നത് വെച്ചിട്ടാണ് VSEPR തിയറി അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 ആകുമ്പോഴേ അക്കോർഡിംഗ് ടു VSEPR തിയറി ഷേപ്പ് ഈസ് ലീനിയർ വിത്ത് ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി എന്ന് എഴുതുക. അനദർ എക്സാമ്പിൾ CH4. അതായത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. തുടർന്ന് എന്ത് ചെയ്യുക, ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ 4 ബോണ്ട് പെയർ കിട്ടും, ലോൺ പെയർ ഇല്ല. അപ്പോൾ 4 + 0 4 എന്ന് കിട്ടി. 4 ഇലക്ട്രോൺ പെയർ.
അപ്പോൾ VSEPR പ്രകാരം ടെട്രാഹൈഡ്രൽ ഷേപ്പാണ്, ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ വരക്കുക. ഇത്രയേ ഉള്ളൂ. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ തന്നെ PCl5, SF6 എല്ലാം വരച്ച് നോക്കാം. ഇനി ഇതിനകത്തേക്ക് ലോൺ പെയർ കൂടി വരികയാണെങ്കിലോ ആ ലോൺ പെയറും കൂടി കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഷേപ്പ് തീരുമാനിക്കാൻ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വ്യത്യാസം വരുന്നത് ലോൺ പെയർ കൂടി വരുമ്പോഴുള്ള കേസാണ്. ഫോർ എക്സാമ്പിൾ NH3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം Nൻ്റെയും ഹൈഡ്രജൻ്റെയും എന്ത് വരക്കുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. എന്നിട്ട് ലൂയിസ് സ്ട്രക്ചർ വരക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും കിട്ടുന്നുണ്ട്. ആ 3 ബോണ്ട് പെയർ 3 പ്ലസ് ഒരു ലോൺ പെയർ 1 4, 3 പ്ലസ് 1 4, 4 VSEPR തിയറിയിൽ അപ്ലൈ ചെയ്യേണ്ട ഷേപ്പ് എടുക്കേണ്ട പോയിന്റ്. അപ്പോൾ 4 ആകുമ്പോൾ ടെട്രാഹൈഡ്രൽ. അപ്പോൾ അമോണിയനെ ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ വരക്കണം. ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ വരക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ആ ഒരു ബോണ്ട് ലോൺ പെയറായി മാറുന്നതുകൊണ്ടാണ് അത് പിരമിഡൽ ഷേപ്പായിട്ട് നമുക്ക് കാണുന്നത്. അതാണ് ഇതിൻ്റെ ഗുട്ടൻസ്. അത്രയേ ഉള്ളൂ. പിന്നെ വാട്ടർ ആണെങ്കിലോ, വാട്ടർ സിമ്പിളാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് 2 ബോണ്ടേ കിട്ടുള്ളൂ, പക്ഷേ 2 ലോൺ പെയർ കിട്ടും. അപ്പോൾ 2 + 2 എത്രയാ? 4. 4 ആകുമ്പോൾ ഷേപ്പ് എന്താ? ടെട്രാഹൈഡ്രൽ ഷേപ്പിൽ വരക്കുന്നു. പക്ഷേ 2 ഭാഗത്ത് ആര് വരുന്നു? ലോൺ പെയർ വരുന്നു. പക്ഷേ നമുക്ക് കാണുന്ന ഷേപ്പ് എന്ത് മാത്രമായി പോയി? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് മാത്രമായി പോയി. അങ്ങനെയാണ്. ഇത്രയും സിമ്പിളായിട്ടാണ് VSEPR തിയറി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതൊരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട്, എക്സാമിൻ്റെ തലേ ദിവസം ആയതുകൊണ്ടാണ് നിങ്ങൾ സ്പീഡിൽ പറയുന്നത്. വൃത്തിയിലെടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യുക, സമയം കുറേ വൈകിപ്പോയി. ഇനി ഏതായാലും നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉടനെ വരേണ്ടത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. ഗ്രേറ്റർ ദി ഓവർലാപ്പിംഗ് സ്ട്രോങ്ങർ ദ ബോണ്ട്. ഇതാണ് വാലൻസ് ബോണ്ട് തിയറി. വേറൊന്നും അവിടെ ആലോചിക്കാനില്ല. ഏത് ഓർബിറ്റ് എടുത്തു കഴിഞ്ഞാലും ബോണ്ടിങ് ഉണ്ടാവണമെങ്കിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടാവണം. അങ്ങനെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസുള്ള 2 S ഓർബിറ്റിൽ വരികയാണെങ്കിൽ SS ഓവർലാപ്പിംഗ് ഉണ്ടാകും, സിഗ്മ ബോണ്ട് കിട്ടും. ഹാഫ് ഫിൽഡ് ഓർബിറ്റ് ഒരു എസും ഒരു പിയും വരികയാണെങ്കിൽ SP ഓവർലാപ്പിംഗ് ഉണ്ടാവും, സിഗ്മ ബോണ്ട് കിട്ടും. ഹാഫ് ഫിൽഡ് ഓർബിറ്റിലുള്ള 2 P ഓർബിറ്റ് അടുത്തടുത്ത് വരികയാണെങ്കിൽ PP ഓവർലാപ്പിംഗ് ആവും, സിഗ്മ ബോണ്ട് ഉണ്ടാകും. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. 2 ആൾക്കാർ തമ്മിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടായി എന്ന് വിചാരിക്കുക. എങ്കിൽ 2ാമത്തെ ബോണ്ടും 3ാമത്തെ ബോണ്ടും ഒക്കെ പൈ ബോണ്ടായിരിക്കും. അത് മറക്കരുത്. ഫോർ എക്സാമ്പിൾ എന്തെടുക്കുക? ഓക്സിജൻ മോളിക്യൂൾ എടുത്ത് നോക്കൂ. 1s2 2s2 2p2. 2pയിൽ 2 ഇലക്ട്രോൺ, ഒറ്റ ഇലക്ട്രോൺ. അടുത്ത ഓക്സിജന് 2 ഒറ്റ ഇലക്ട്രോൺ. 2 ഒറ്റ ഇലക്ട്രോണിൽ ആദ്യത്തെ ഇലക്ട്രോണുകൾ തമ്മിൽ പരസ്പരം ഓവർലാപ്പ് ചെയ്തു, സിഗ്മ ബോണ്ടായി. അടുത്ത 2 ഇലക്ട്രോൺ, ഓരോന്ന് ഇലക്ട്രോൺ എന്തുണ്ടാക്കാനേ പറ്റുള്ളൂ? പൈ ബോണ്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. 2 ബോണ്ട് ഉണ്ടെങ്കിൽ അതിലൊരു ബോണ്ട് സിഗ്മ മാത്രമായിരിക്കും. 2ാമത്തെ ബോണ്ട് എന്തായിരിക്കും? പൈ ബോണ്ടായിരിക്കും. നൈട്രജൻ 3 ഹാഫ് ഫിൽഡ് ഓർബിറ്റലുണ്ട് Pയിൽ, മറ്റേലും 3 ഉണ്ട്. 2ന് ആദ്യത്തെ ബോണ്ട് എന്തുണ്ടാക്കി? സിഗ്മ. ബാക്കി അവശേഷിക്കുന്ന 2 2 പേർക്കുണ്ടല്ലോ സിംഗിളായിട്ട്. അവർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ 2 പൈ ബോണ്ടാണ് കിട്ടുക. അങ്ങനെയാണ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗ്രേറ്റർ ഓവർലാപ്പിംഗ് നടക്കുന്ന സിഗ്മ ബോണ്ടാണ്, സ്ട്രോങ്ങർ ബോണ്ട് സിഗ്മ ബോണ്ടാണ് പൈ ബോണ്ടിനെ അപേക്ഷിച്ച്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്തായി ഡൈപോൾ മൊമെൻറ്റ് അറിഞ്ഞിരിക്കണം. ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ μ = Q × D എന്ന് അറിഞ്ഞിരിക്കണം. ഡൈപോൾ മൊമെൻറ്റ് VSEPR തിയറി അനുസരിക്കുന്ന ഡിസ്റ്റോർഷൻ ഇല്ലാത്ത എല്ലാ മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. ലോൺ പെയർ ഇല്ലാത്ത എല്ലാ മോളിക്യൂളും ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. BeCl2, BF3, CH4, PCl5, SF6 എല്ലാത്തിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. എന്നാൽ ലോൺ പെയർ വന്ന കേസ് വരുന്ന അമോണിയ, വാട്ടർ, അവിടെയൊക്കെ ലോൺ പെയർ വരുന്നുണ്ടല്ലോ. ആ കേസിലൊക്കെ എന്തായിരിക്കും? ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. അതിന് കാരണം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലോൺ പെയർ ഒരു ഭാഗത്തേക്ക് ഇലക്ട്രോണിനെ വലിക്കും, ബോണ്ട് ഇങ്ങോട്ടും വലിക്കും. 2 ഓപ്പോസിറ്റ് കമ്പ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഒരാളെ ജയിക്കുള്ളൂ. ഒരു ഭാഗത്തേക്ക് ഇലക്ട്രോൺ പെയർ നീങ്ങി നിൽക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അതാണ് ഡൈപോൾ മൊമെൻറ്റ് ഏറ്റവും ചെറിയൊരു ഗുട്ടൻസ്. ലോൺ പെയറുള്ള മോളിക്യൂൾസിന് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകും. എന്നാൽ ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂൾസ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ കമ്പയർ ചെയ്ത് ചോദിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 2 ബോണ്ട് പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കമ്പവലിയിൽ ബലാബലമായിരിക്കും. 2 പേര് തുല്യ ശക്തികളാണ്. അതുകൊണ്ട് സെൻട്രൽ ആറ്റത്തിൽ തന്നെയാണ് ഇലക്ട്രോൺ പെയർ കേന്ദ്രീകരിച്ച് നിൽക്കുക. അതുകൊണ്ട് അവിടെ ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അത് ഓർത്ത് വെക്കണം. സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ തന്നെ പറയുമ്പോഴും, പക്ഷേ സൾഫർ ഡൈ ഓക്സൈഡ് ഷേപ്പ് ബെൻഡ് ഷേപ്പാണ്. ഒരു ലോൺ പെയർ മേലോട്ട് നിൽക്കുന്നുണ്ട്. ആ ലോൺ പെയർ മേലോട്ട് വലിക്കും, മറ്റേ 2 ഇങ്ങോട്ടും വലിക്കും. അപ്പോഴൊരു കമ്പവലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാലൻസിങ് ലഭിക്കും. ഒരു ഭാഗത്തേക്ക് നീങ്ങും. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. ആ ഒരു കമ്പാരിസൺ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി NH3യും NF3യുടെ കമ്പാരിസൺ ചോദിക്കാം. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ ഒരു സൈഡിലേക്ക് വലിക്കുമ്പോൾ NH3യിലെ ഹൈഡ്രജൻ നൈട്രജൻ വരുന്ന ബോണ്ടിൽ നൈട്രജൻ്റെ ഭാഗത്തേക്കാണ് ഇലക്ട്രോൺ പെയർ നീങ്ങുക. അപ്പോൾ മൊത്തം എല്ലാ ഇലക്ട്രോൺ പെയർ ഒരേ സൈഡിലേക്കാണ് പോവുക.
അപ്പോൾ ഡൈപോൾ മൊമെന്റ് അവിടെ കൂടും. എന്നാൽ NF3 ആണെങ്കിലോ ലോൺ പെയർ ഒരു ഭാഗത്തേക്ക് വലിക്കുമ്പോൾ NF ബോണ്ട് എന്ന് Fയിലേക്കാണ് ഇലക്ട്രോൺ പെയർ വലിക്കുന്നത്. അപ്പോൾ ബാക്കിലോട്ടാണ് വലിക്കുന്നത്, മറ്റത് മുകളിലോട്ടും. അപ്പോൾ ഒരു ബലാബലം ഒരു വരുമ്പോൾ അവിടെ ഒരു കുറവ് ഡൈപോൾ മൊമെന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. NH3യും NF3യും മറക്കാതെ ഇരിക്കുക. അത് വരച്ച് നോക്കിയിട്ടാണ് എഴുതേണ്ടത്. NH Nനിലേക്കാണ് പോവുക, NF3 Fയിലേക്കാണ് ഇലക്ട്രോൺ പെയർ നീങ്ങുക. ഓപ്പോസിറ്റിലേക്ക് വലി വരികയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്തായാലും കുറയും. ഒരേ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്തായാലും കൂടും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, വൈകിപ്പോയി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഹൈബ്രിഡൈസേഷനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്ററാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റലുകൾ മിക്സ് ചെയ്തിട്ട് പുതിയ ഷേപ്പ് ഉണ്ടാക്കുക. എസും പിയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. S, PX, PY, PZ. ആ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരികയാണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ. എസും 2 പിയും തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ sp2. എസും 1 പിയും തമ്മിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ sp. ഇവിടെ എല്ലാവരും പങ്കെടുക്കുകയാണെങ്കിൽ ഒരു അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഉണ്ടാവില്ല. എന്നാൽ ആരെങ്കിലും പങ്കെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഉണ്ടാവും. അത് അതേപോലെ തന്നെ ഷേപ്പ് ഉണ്ടാവുക. അതാണ് നമ്മൾ ബേസിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പുതിയ ഓർബിറ്റൽ ഉണ്ടാവും, എല്ലാവരുടെയും എനർജി ഒരുപോലെ ആയിരിക്കും, അതൊരു ഷേപ്പ് എടുക്കും, അത് VSEPR തിയറി അനുസരിക്കും. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. മീഥേൻ എങ്ങനെയാണ് ഹൈബ്രിഡൈസ് ചെയ്തത്? നിങ്ങൾ ആദ്യം മീഥേനിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരച്ച് വെക്കുക, ബോക്സ് വരക്കുക. ഓക്കെ, എന്നിട്ട് കാർബൺ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. കാർബൺ ആറ്റത്തിൽ 1s2 2s2 2p2 2 ഹാഫിൻ്റെ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എത്ര ഹൈഡ്രജൻ ആറ്റാണ് വരുന്നത്? 4 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ എത്ര ഹാഫിൻ്റെ ഓർബിറ്റൽ വേണം കാർബണിൻ്റെ കയ്യിൽ? നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരുമ്പോൾ അത്ര ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയർ കൊടുക്കണ്ടേ? അപ്പോൾ 4 ആൾക്കാർ വരുന്നത് 4 ചെയർ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ 4 ചെയർ മീൻസ് 4 ഹാഫിൻ്റെ ഓർബിറ്റൽ വേണം. കാർബൺ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പോഴെന്താ ചെയ്യുക? 2s-നകത്തുള്ള 2 ഇലക്ട്രോൺ അങ്ങോട്ട് തുള്ളും. ഒന്ന് അങ്ങോട്ട് തുള്ളിക്കഴിഞ്ഞാൽ 2s-നകത്ത് 1 ആയി, 2p-ക്കകത്ത് x-നകത്ത് 1 ആയി, y-ക്കകത്ത് 1 ആയി, z-നകത്ത് 1 ആയി. എല്ലാം 4 എണ്ണമായി. 1 S ആണ്, ബാക്കി 3 P ആണ്. അപ്പോഴെന്ത് ചെയ്യണം? അവരെ മിക്സ് ചെയ്തിട്ട് ഒരുപോലെ ആക്കണം അല്ലേ? വീട്ടിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കഞ്ഞിയും മറ്റേ ആൾക്ക് ബിരിയാണിയാണ് കൊടുക്കുക, എല്ലാവർക്കും ഒരേ സാധനമല്ലേ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആക്കണ്ടേ? ഒരുപോലെ ആക്കുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കുക? ഹൈബ്രിഡൈസേഷൻ. അതിനാണ് എന്താ ഇവിടെ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിച്ചു. അപ്പോൾ 4 ഹൈബ്രിഡ് ഓർബിറ്റലായി. പിന്നെ VSEPR തിയറി പ്രകാരം 4 ആകുമ്പോൾ ഷേപ്പ് ടെട്രാഹൈഡ്രലാണ്, അത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്ത മോളിക്യൂളാണ് BF3. എങ്ങനെയാണ് BF3ൻ്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക? കുറച്ച് സ്പീഡാന്ന് തോന്നുന്നല്ലേ, സമയം അതുകൊണ്ടാണ്. ഓക്കെ, ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുക, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുക. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 1s2 2s2 2p1. അപ്പോൾ 2s-നകത്ത് 2 ഇലക്ട്രോൺ, 2p-ക്കകത്ത് 1 ഇലക്ട്രോൺ ആണ്. ഒരു ഹാഫിൻ്റെ ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. എന്നാൽ എത്ര ഫ്ലൂറിനാണ് അതിൻ്റെ അടുത്തേക്ക് വരുന്നത്? അതിനടുത്തേക്ക് വരുന്നത് 3 ഫ്ലൂറിൻ ആറ്റമാണ്. അപ്പോൾ ബോറോണിൻ്റെ കയ്യിൽ എത്ര ഹാഫിൻ്റെ ഓർബിറ്റ് വേണം? 3 ഹാഫിൻ്റെ ഓർബിറ്റൽ വേണം. അപ്പോഴെന്ത് ചെയ്യണം? S-ന്ന് 1 ഇലക്ട്രോൺ അങ്ങോട്ട് ജമ്പ് ചെയ്യണം. അപ്പോഴെന്ത് സംഭവിക്കും? S-നകത്ത് 1 ഇലക്ട്രോൺ, PX-നകത്ത് 1 ഇലക്ട്രോൺ, PY-ക്കകത്ത് 1 ഇലക്ട്രോൺ. ഹാഫിൽഡായി, കണ്ടീഷൻ റെഡി. പക്ഷേ 1 S ആണ്, മറ്റേ 2 P ആണ്. അപ്പോഴേ മിക്സ് ചെയ്യണം. അതിൽ പങ്കെടുക്കുന്നത് S-ഉം 2 P-യും ആണ്. അതുകൊണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ. 3 എണ്ണം മാത്രമേ കിട്ടുള്ളൂ. ട്രയാങ്കുലാർ പ്ലനാർ ഷേപ്പാണോ കിട്ടുക? ആണ്, ട്രയാങ്കുലർ പ്ലനാർ ഷേപ്പാണ് കിട്ടുക. ഇനി എന്താണ് അവിടെ ഉള്ളത്? ഒരു അൺഹൈബ്രിഡൈസ് ഓർബിറ്റ്, അത് കുത്തനെ നിൽക്കും. അപ്പോൾ അൺഹൈബ്രിഡൈസ് ഓർബിറ്റിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ കുത്തനെ താഴോട്ട് നിൽക്കും. 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ട്രയാങ്കുലാർ ഷേപ്പ് എടുക്കും. എന്നിട്ട് അവിടത്തേക്ക് ആര് വരും? 3 ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ P ഓർബിറ്റിൽ വരും. അങ്ങനെ നമുക്ക് sp2 P ബോണ്ട് നമുക്ക് അവിടെ കിട്ടും. sp2 എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ടാണ് ആ sp2 എന്ന് വിളിക്കുന്നത്. വരുന്ന ആൾ P ആയതുകൊണ്ടാണ് sp2P എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി വേണം. അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. PCl5 ആണെന്ന് വിചാരിക്കുക. ഫോസ്ഫറസിൻ്റെ കോൺഫിഗറേഷൻ വെക്കുമ്പോൾ അതിനകത്ത് 5 ഹാഫിൻ്റെ ഓർബിറ്റിൽ വേണം. 1s2 2s2 2p6 3s2 3p3. 3s-നകത്തുള്ള 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? 3D-ക്കകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം അവിടെ P 3 ഓൾറെഡി ആയി, പിന്നെ D ഒഴിവുള്ളൂ. അപ്പോൾ D-ക്കകത്തേക്കാണ് ഈ 3s-നകത്തുള്ള 1 ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുക 3D-ക്കകത്തേക്ക്. അപ്പോൾ 3s-നകത്ത് 1 ആയി, 3p-ക്കകത്ത് ഓരോന്ന് വീതമായി, 3D-ക്കകത്ത് 1 ആയി. അപ്പോൾ S ഉണ്ട്, 3 P ഉണ്ട്, 1 D ഉണ്ട്. എല്ലാത്തിലും ഹാഫിൽഡായി. അവർ മിക്സ് ചെയ്യുമ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ആയി. sp3 ഹൈബ്രിഡൈസേഷൻ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഷേപ്പ് എടുക്കുക? ട്രയാഗണൽ ബൈപിരമിഡ്. അപ്പോൾ ട്രയാഗണൽ ബൈപിരമിഡിൽ ഈ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നിൽക്കുന്നു. എന്താ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ പേര്? sp3d ഹൈബ്രിഡ് ഓർബിറ്റൽ. അവിടത്തേക്ക് ഇനി ആര് വരും? PCl5 ആകുമ്പോൾ ക്ലോറിൻ്റെ P ഓർബിറ്റൽ വരും. ഇങ്ങനെ നിങ്ങളൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ ഈഥൈൻ, അതുപോലെ പിന്നെ ഈഥീൻ, അതുപോലെ ഈഥൈൻ ഇത് ചോദിക്കുകയാണെങ്കിൽ അവിടെ 2 സെൻട്രൽ ആറ്റം ഉണ്ട്. ആ 2 സെൻട്രൽ ആറ്റവും ഒരുപോലെ ഹൈബ്രിഡൈസേഷന് വിധേയമാകും. ഈഥൈൻ ആണെങ്കിൽ 2 പേരും sp3 ഹൈബ്രിഡൈസേഷന് വിധേയമാകും. ഈഥീൻ ആണെങ്കിൽ 2 പേരും sp2 ഹൈബ്രിഡൈസേഷന് വിധേയമാകും. ഈഥൈൻ ആണെങ്കിൽ 2 പേരും sp ഹൈബ്രിഡൈസേഷന് വിധേയമാകും.
അപ്പോൾ രണ്ടാമത് പറഞ്ഞ ഈഥീൻ sp2 ആകുന്നതുകൊണ്ട് ഒരു അൺഹൈബ്രിഡൈസ് ഓർബിറ്റ് 2 പേർക്കും ഉണ്ടാകും, അവരൊരു പൈ ബോണ്ട് ഉണ്ടാക്കും. അതാണ് ഈഥീനിൽ ഒരു പൈ ബോണ്ട് കാർബൺ ഇടയിൽ വരുന്നത്. അതുപോലെ ഈഥൈനാണെങ്കിൽ അത് sp ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റ് 2 പേർക്കും ഉണ്ട്, അവർ തമ്മിൽ ഓവർലാപ്പ് 2 പൈ ബോണ്ട് ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ തൈനിൽ കാർബണുകൾക്കിടയിൽ 2 പൈ ബോണ്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രത്തെ കുറിച്ചാണ്. അതിന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷോർട്ടായിട്ട് നിങ്ങൾ പറഞ്ഞു തരാനുള്ളത്, അത് ചോദിച്ചാൽ തന്നെ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് അറ്റോമിക് നമ്പർ 7 ആൻഡ് ലെസ് ദാൻ 7, അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 7. ഈ 2 കേസാണ്. 7 ലെസ് ദാൻ 7 ഒരു കേസ്, ഗ്രേറ്റർ ദാൻ 7 മറ്റൊരു കേസ്. 7 ലെസ് ദാൻ 7 വരുമ്പോൾ MO ഡയഗ്രം വരക്കുമ്പോൾ 2p ലെവലിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. 2p ലെവലിനകത്തുള്ള പൈ 2pxും പൈ 2pyയും താഴെയും സിഗ്മ 2pz മുകളിലുമായിരിക്കും, അത് മറക്കരുത്. എന്നാൽ അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ സിഗ്മ 2pz താഴെയും പൈ 2pxും പൈ 2py മേലെയായിരിക്കും. ഇതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാറില്ല. പിന്നെ നിങ്ങൾ ആ തന്ന മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ എഴുതി വെക്കുക. ഇപ്പം നൈട്രജൻ ആണെങ്കിൽ 1s2 2s2 2p3 എന്ന് 2 തവണ എഴുതുക. എന്നിട്ട് 1s2 2s2 2p3 ഒരു സൈഡിൽ ഫില്ല് ചെയ്യുക, മറ്റേ 1s2 2s2 2p3 മറ്റേ സൈഡിൽ ഫില്ല് ചെയ്യുക. രണ്ടും കൂടി കൂട്ടിയിട്ട് മിഡിൽ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫില്ല് ചെയ്യുമ്പോൾ ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, പോളി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കുക. അതിൽ നിന്ന് ബോണ്ട് ഓർഡർ എഴുതുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ശ്രദ്ധിക്കുക. നൈട്രജൻ്റെ വരക്കുമ്പോഴും ഓക്സിജൻ്റെ വരക്കുമ്പോഴൊക്കെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതിൽ ആ സിഗ്മ 2pz പൈ 2pxും പൈ 2pyയും നിൽക്കുന്ന പൊസിഷൻ മാറിപ്പോകരുത്. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ബോണ്ട് ഓർഡറൊക്കെ നോക്കുമ്പോൾ തെറ്റിക്കാണ്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്നാൽ എന്ത്? 2 തരത്തിൽ ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർ മോളിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂളുകൾക്കിടയിലാണ്. അത് HF 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 H2 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 NH3 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 അവർക്കിടയിൽ വരുന്നതാണ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്നാൽ ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 മോളിക്യൂളാണ്. ഇൻട്രാ ഓർത്തോ നൈട്രോ ഫീനോൾ, ഇൻട്രാ ഓർത്തോ നൈട്രോ ഫീനോൾ, ഇൻട്രാ എന്ന് ഓർത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ളത്. അടുത്ത ചാപ്റ്ററാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആദ്യം ലോസ് ഓഫ് ഗ്യാസ് ആണ്. ഗ്യാസ് ലോസിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഗേലുസാക്സ് ലോ തുടങ്ങിയ ലോകളാണ്. ഈ ലോ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഒറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ലോയിലേക്കൊക്കെ പോകാൻ പറ്റും. P1 V1/T1 = P2 V2/T2. ഓക്കെ, അതിൽ P1 V1 = P2 V2 എന്ന് പറഞ്ഞാൽ അത് ബോയിൽസ് ലോയുടെ കൺസോൾട്ടേഷനായി. V1/T1 = V2/T2 എന്നത് ചാൾസ് ലോയുടെ കൺസോൾട്ടേഷനായി. ഓക്കെ, P1 V1/T1 = P2 V2/T2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ കൺസോൾട്ടേഷനാണ്. അപ്പോൾ P പ്രൊപ്പോർഷൻ 1/V അതാണ് ബോയിൽസ് ലോ. V പ്രൊപ്പോർഷൻ T അതാണ് ചാൾസ് ലോ. ബോയിൽസ് ലോ ചാൾസ് ലോ കിട്ടി. ഇനി അവഗാഡ്രോസ് ലോ ആണ് V പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്, N. P പ്രൊപ്പോർഷണൽ ടു T അതെന്തായി ഗേലുസാക്സ് ലോ ആയി. ഈ ബോയിൽസ് ലോവും ഈ ചാൾസ് ലോവും ഈ അവഗാഡ്രോസ് ലോവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഒറ്റ ഇക്വേഷൻ PV/T എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു PV/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 4 ലോസ് നമ്മുടെ കയ്യിൽ കിട്ടും. അതിൽ നിന്നാണ് ഈ എല്ലാ ലോസും കൂടി കൂടിച്ചേർന്നിട്ടാണ് ഗ്യാഷ്യസ് ലോ ഉണ്ടാകുന്നത് കൂടി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാകുന്നത് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ആണ്. കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ അടിപൊളിയായിട്ട് നിങ്ങൾ അത് എപ്പിസോഡ് കാണുക. ഇനിയിപ്പോൾ പരീക്ഷ സമയത്ത് കാണാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കെൽവിൻ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ചാൾസ് ലോ ബേസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ആക്സിസിൽ നമ്മൾ പിറകോട്ട് കൊണ്ടുവരികയാണെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് 0 കെൽവിനായിട്ട് കാണുന്ന ഒരു സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ആണ്. അടുത്തായി പറയാൻ പോകുന്നത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. ഡാൾട്ടൺസ് ലോ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ പ്രഷേഴ്സ്. അതായത് ടോട്ടൽ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പ്രഷേഴ്സ് കൂട്ടിയിട്ടാണ്. അപ്പോൾ ആ ഗ്യാസുകൾ തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്യാതെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇൻഡിവിജ്വൽ പ്രഷേഴ്സിനെ കൂട്ടിയാൽ ടോട്ടൽ പ്രഷർ കിട്ടുള്ളൂ എന്നാണ് ഡാൾട്ടൺസ് ലോ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രഷർ P ആണെങ്കിൽ PA + PB + PC എന്ന് നമുക്ക് ഇക്വേഷൻ അവിടെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. 7 പോസ്റ്റുലേറ്റ്സ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനുണ്ട്. അത് മറക്കാതെ ഇരിക്കുക. ആ 7 പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ പഠിക്കുക. അതിൽ അവസാനത്തെ 2 പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ആണ്. ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ആൻഡ്
വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം. ഈ രണ്ട് പോസ്റ്റുലേറ്റ്സുമാണ് പിന്നെ തെറ്റായ ഒരു അസംഷനായിട്ട് വരികയും അതുകൊണ്ടാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ സമയത്തും എല്ലാ ഗ്യാസുകളും അനുസരിക്കാതെ വരികയും അതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്യേണ്ടിയൊക്കെ വരുന്നത് ഈ രണ്ട് പോസ്റ്റുലേറ്റ്സ് മുഖേനയാണ്. ഒരു പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ. അത് ശരിയല്ല. വോളിയം കുറവാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം എന്ന് പറയുന്നതും ശരിയല്ല. വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ നെഗ്ലിജിബിൾ അല്ല. വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രമാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി മോളിക്യൂളിൻ്റെ വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുലേറ്റ്സ് കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പോസ്റ്റുലേറ്റ്സിലും ഒരു കറക്ഷൻ ഫാക്ടർ കൊടുത്തുകൊണ്ടാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മാറ്റിയിട്ട് P+n²A/V² ഇൻറ്റു V - NB = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൊണ്ടുവന്നത്. ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. P+n²A/V² ഇൻറ്റു V - NB = nRT വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രഷറിൻ്റെയും വോളിയത്തിനും കറക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതിന് മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കും. അത് പഠിക്കുക. അതിന് രണ്ട് ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ട്, ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ അവസാനം പറഞ്ഞ രണ്ട് പോസ്റ്റുലേറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അടുത്തായിട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ വരുന്ന 3 കാര്യങ്ങളാണ്. 1 വേപ്പർ പ്രഷർ, 2 സർഫസ് ടെൻഷൻ, 3 വിസ്കോസിറ്റി. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ എബോവ് ദ സർഫസ് ഓഫ് എ ലിക്വിഡ് വെൻ ദേ ആർ ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ്. വേപ്പർ പ്രഷർ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കുറവാണ്. അതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറൊക്കെ ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത് വരുന്നതാണ് സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് ഓർത്ത് വെക്കുക. 1 ലിക്വിഡ് ഡ്രോപ്പ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്, 2 കാപ്പിലറി റൈസ് ഇൻ കാപ്പിലറി ട്യൂബ്, 3 ഗ്ലാസ് ഫയർ പോളിഷിംഗ്. ഈ 3 കാര്യങ്ങളും എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് 3നും കാരണം സർഫസ് ടെൻഷൻ ആണെന്ന് പറയുക. ഫോഴ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ലൈൻ ഡ്രോൺ അറ്റ് ദ സർഫസ്, അതാണ് സർഫസ് ടെൻഷൻ. ഒരു ഇൻവേർഡ് മൂവ്മെൻ്റ് ആണ്, അതുകൊണ്ടാണ് സ്ഫെറിക്കൽ ഷേപ്പ് കിട്ടുന്നത്. ഫയർ പോൾ സമയത്ത് ഗ്ലാസിൻ്റെ സൈഡ് ഭാഗം റൗണ്ടായിട്ട് മാറുന്നത്. ആ വലിവുള്ളത് കൊണ്ടാണ് കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്, ഓർത്ത് വെക്കുക. അവസാനം വരുന്നതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലോ ആണ്. ലാമിനാർ ഫ്ലോ ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിസ്കോസിറ്റിയുടെ ഭാഗം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ രണ്ട് സർഫസ് ടെൻഷന് വിസ്കോസിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കുറയുന്നു. അതുകൊണ്ട് വിസ്കോസിറ്റി ആയാലും അതുപോലെ സർഫസ് ടെൻഷൻ ആയാലും കുറയുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും ഡിക്രീസിങ് ചെയ്യുന്നു എന്ന് കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡും അവസാനിക്കുകയാണ്. 2 ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഏതായാലും അടുത്ത ഒരു ചാപ്റ്റർ കൂടി, അടുത്ത ഒരു 2-3 ചാപ്റ്റർ കൂടി ക്ലബ് ചെയ്തിട്ട് പറയാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ പറയും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.